9ാം ക്ലാസ്സിലെ ഓണം പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചോദ്യം ചോദിക്കുന്നൊരു പാഠഭാഗമാണ് മലയാളത്തിലെ ഒന്നാമത്തെ പാഠം സുകൃതഹാരങ്ങൾ. കുമാരനാശാൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയായ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയിൽ ഒരു ചെറിയൊരു ഭാഗമാണല്ലോ അല്ലേ ഇത്. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. തൂമ തേടും തൻ പാളക്കിണറ്റിലെ ടോമൽ കൈ കയർ വലിച്ചൂടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി എന്നാണ് അല്ലേ. ഒരു തൂമയേകുന്ന എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയേകുന്ന തൻ്റെ ആരുടെ ഇതിലത്തെ ആരാണ് വെള്ളം കോരുന്നത്? അതെ, മാതങ്കി തൻ്റെ സുന്ദരമായ കൈകൾ കൊണ്ട് എന്താണ് വെള്ളം കോരുകയാണ് അല്ലേ. ഓമൽ കൈകൾ കൊണ്ട് കയറിങ്ങനെ വലിച്ചിട്ടല്ലേ നമ്മൾ വെള്ളം കോരുക. അപ്പം ഒന്നാമത്തത് വളരെ മനോഹരമായ കൈകൊണ്ട് മനോഹരമായ കിണറ്റിൽ നിന്ന് നമ്മുടെ മാതങ്കി വെള്ളം കോരുകയാണ്. കോമളാങ്കി നീർ കോരി നിന്നിടിനാൽ ശ്രീമനാ ഭിക്ഷുവങ്ങന്നു അർത്ഥിച്ചൻ. അപ്പം പെട്ടെന്ന് എന്താക്കാണ്? മാതങ്കി വെള്ളം കോരുകയാണ്. നീർ എന്ന് പറഞ്ഞാൽ എന്താ? നീർ വെള്ളം അല്ലേ. അപ്പം വെള്ളം ഇങ്ങനെ കോരുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ആരാണ് കടന്നു വന്നത്? ശ്രീമനാ ഭിക്ഷു. അവർക്ക് ഒരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? ആനന്ദ ഭിക്ഷു അല്ലേ. ആനന്ദ ഭിക്ഷു വന്നിട്ട് അർത്ഥിച്ചു, ഒരു കാര്യം പറഞ്ഞു. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിനാശു നീ. ദാഹിക്കുന്നു അല്ലേ, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു. ഭഗിനി എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് അർത്ഥം. അപ്പം വന്ന് ചോദിക്കുകയാണ്, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു സുഹൃത്തെ, കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ കുറച്ച് എനിക്ക് വെള്ളം തരുമോ എന്നാണ് ചോദിച്ചത്. ഓമലേ ഒരു തെല്ലെന്നതു കേട്ടരാ മനോഹരി അമ്പരെന്ന നില. അപ്പം ആനന്ദ ഭിക്ഷു ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല, നമ്മുടെ മാതങ്കി പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചു. എന്താണ്? മനോഹരി അമ്പരന്ന് പോയി, പേടിച്ചു പോയി. എന്താണ് കാരണം? അടുത്ത പേജിലേക്ക് പോവാം. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലല്ലാങ്ങു ജാതി മറന്നിതോ. അല്ലയോ ആനന്ദ ഭിക്ഷു, നീ എൻ്റെ ജാതി മറന്നോ എന്ന് ചോദിക്കുകയാണ്. നീചനാരി തൻ കയ്യിൽ ജലം വാങ്ങി യാചിക്കുമോ ചൊല്ലല്ലരിയുമാർ. നീചന്മാർ എന്ന് പറഞ്ഞാൽ ഇത്രയും താഴ്ന്ന ജാതിയായ എൻ്റെ കയ്യിൽ നിന്ന് എന്തിനാണ് നീ ഈ ജലം വാങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ്. കോപമേലരുതേ ജലം തന്നാലും ഞാൻ നിനക്ക് ജലം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ ശപിക്കരുത്, എന്നോട് കോപപ്പെടരുത്, എന്നോട് ദേഷ്യപ്പെടരുതേ എന്ന് പറയുകയാണ്. ഇനി പറയാണ്, പാപമുണ്ടാവളൊരു ചണ്ഡാലി ഗ്രാമത്തിൻ പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ്റെ കിടാത്തി ഞാൻ. അപ്പം ചാമർ നായകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ചാമർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉയർന്ന ഒരാളുടെ ഒരു മകളാണ് ഞാൻ. ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു ചാമർ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ മകളാണ് ഞാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓതിനാൽ ഭിക്ഷുവേറ്റം വിക്ഷനായി ജാതി ചോദിക്കുന്നതല്ല ഞാൻ സഹോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടിയിടും. ഞാൻ നിന്നുടെ ജാതി നോക്കിയിട്ടല്ല ഞാൻ നിന്നോട് വെള്ളം വാങ്ങുന്നത്. എനിക്ക് ജാതി ഒരു പ്രശ്നമേ അല്ല. എനിക്ക് ദാഹിച്ചിട്ടാണ്, എൻ്റെ നാവ് വരണ്ടിട്ടാണ് ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചത്. ഭീതി വേണ്ട തരികെന്നു നീ. ഒരു തരത്തിലുള്ള ഭീതി, ഒരു പേടിയും നിനക്ക് വേണ്ട എന്ന് പറയുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. നോക്കിക്കേ, എന്നുടനെ കരപുടം നീട്ടിനാൽ ചെന്നളിന മനോഹരം സുന്ദരൻ എന്ന്. അപ്പോൾ എന്നുടനെ കരപുടം എന്ന് പറഞ്ഞ കൈക്കുമ്പിൾ. അപ്പം ആനന്ദ ഭിക്ഷു കൈ നീട്ടി. അപ്പം എന്താക്കാണ്? ആരാണ്? ഈ മാതങ്കി കയ്യിലേക്ക് വെള്ളം നൽകുകയാണ്. പിന്നെ തർക്കം പറഞ്ഞില്ലേ ഓമലാൾ, തന്നെയാണവൾ കല്ലിലിരുമ്പല്ല. പിന്നെ അവൾ ഒരു തരത്തിലുള്ള തർക്കവും പറഞ്ഞില്ല, എനിക്ക് തരാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല. അങ്ങ് എന്തു ചോദിച്ചു? വെള്ളം അങ്ങ് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇവർക്ക് ജാതി എന്നതൊരു പ്രശ്നമല്ല, ശപിക്കുകയില്ല, കോപപ്പെടുകയില്ല എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഒരു തരത്തിലുള്ള തർക്കവും പറഞ്ഞില്ലാതെ മാതങ്കി എന്ത് കൊടുക്കുകയാണ്? വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ അവൾ തന്നെയാണ് അവൾ കല്ലിലിരുമ്പല്ല. തന്വി എന്ന് പറഞ്ഞെന്താണ്? അതെ, സുന്ദരി അല്ലേ. അപ്പോൾ അവൾ സുന്ദരിയാണ്, കല്ലിലിരുമ്പല്ല.
കല്ലിനും ഇരുമ്പിനും എങ്ങനെയാണ് വളരെ കട്ടി കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആ പ്രയോഗം ഉണ്ടാക്കാൻ കാരണം എന്താണ്? അവളുടെ മനസ്സ് അത്രയും കട്ടിയല്ല, വൃത്തികെട്ടതല്ല, വളരെ ലളിതമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കല്ല് പോലെയും ഇരുമ്പ് പോലെയുമല്ല മാതങ്കിയുടെ മനസ്സ് എന്നാണ് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ നിന്നൊട്ട് കറ്റക്കാർ കൂന്തൽ മുടിത്തലവഴി അവിടെ നിന്നൊട്ട് എന്താണ് പറയുന്നതെന്നറിയോ? മാതങ്കിയുടെ പറ്റിയിട്ട് സൗന്ദര്യം പറയുകയാണ്. നോക്കിയേ, കറ്റക്കാർക്കൂന്തൽ എന്ന് കാർക്കൂന്തൽ എന്ന് പറഞ്ഞാൽ മുടി. അപ്പോൾ കറ്റക്കാർക്കൂന്തൽ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ മുടി. കറ്റക്കാർക്കൂന്തൽ മുടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ. അപ്പോൾ നോക്കിയോ, കറ്റക്കാർക്കൂന്തൽ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെയാണ് മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന സാരി ഒതുക്കി, ഒരു ചാരു നിറത്തിലുള്ള കുറച്ച് സാരിയൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെയാണ് ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ പാരം വിസ്മയമാർത്തു വിസ്ഫാരിത. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? വളരെ മനോഹരമാണ് അവൾ എന്നാണ് പറയുന്നത് അല്ലേ. ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ, ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ചോരിവ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെഞ്ചുണ്ട്. അപ്പം ചെഞ്ചുണ്ടിനെ പറ്റിയിട്ടായിരിക്കട്ടെ, എല്ലാം കൊണ്ടും എന്താണ് വളരെ മനോഹരമായിട്ടുള്ള വാക്യങ്ങൾ കൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, ചോരച്ചെന്തളിരഞ്ചും മരുണാംശു പൂരത്താൽ മേനു മൂടി പുലർച്ചയിൽ. ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ നന്നായിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മുടെ മാതങ്കി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം മാതങ്കി എങ്ങനെയാണ് പൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിനെ ചെന്നു ഡരളി കാട്ടിൽ നിൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂവിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ പൂവ് എത്ര മനോഹരമാണ്, എത്ര സുഗന്ധഭരിതമാണ്, എത്ര ലാവണ്യവും ധൂമയേറിയതുമാണ്. ഇതുപോലെയാണ് മാതങ്കി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? സുന്ദരമായ മുടി നീണ്ടു കിടക്കുന്നു, തല മറിച്ചിട്ടുണ്ട്, സാരി കൊണ്ട് ഇങ്ങനെ തല മറിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ വ്യക്തമായിട്ട് എന്താണ് ഈ ആനന്ദ ഭിക്ഷുവിനെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ വളരെ മനോഹരമാണ് ഈ മാതങ്കി എന്നാണ് പറയുന്നത്. അത് ഈ 5-6 വരികൾ കൊണ്ട് പറയുന്നത് മാതങ്കിയുടെ ഭംഗിയെ പറ്റിയിട്ടാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത്, അപ്പം എന്താണ്? ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ലാതെ എന്താക്കുകയാണ്, അങ്ങനെ ആനന്ദ ഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് വെള്ളം നൽകുകയാണ്. ആദ്യം കുറച്ച് എതിർത്തെങ്കിലും പിന്നീട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ നമ്മുടെ മാതങ്കി ആനന്ദ ഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് കുറച്ച് വെള്ളം നൽകുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കവിത. നമ്മുടെ കവിതയുടെ പ്രധാന ആശയം നമുക്ക് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ നല്ല ഒരു കവിതയാണ് ചണ്ഡാല ഭിക്ഷുകി എൻ കുമാരനാശാൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. നമ്മുടെ ഓണപരീക്ഷ ഓഗസ്റ്റ് 13 തീയതികളിൽ ആരംഭിക്കുന്ന വിവരം അറിയാമായിരിക്കുമല്ലേ. അപ്പം ആ പാഠത്തിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാഠത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് വരും. ബൈ ബൈ.